ഇവിടെ സമയം 8:30 കഴിഞ്ഞു കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. എനിക്കിതൊക്കെ ആദ്യം ഒരു അത്ഭുതം പോലെയായിരുന്നു. വാ നമുക്കൊരു അടിപൊളി പാലപ്പം ഉണ്ടാക്കിയാലോ. അതും ഒരു 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഗോതമ്പ് പൊടിയും ചോറും കുറച്ച് ആവശ്യത്തിന് തേങ്ങാപ്പീരയും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് എന്ത് പറയും ഇൻഗ്രീഡിയൻസ് വെച്ചാകുമ്പം നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ നാടും വീടും വീട്ടുകാരെയൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഈ ദൂരത്ത് മാറി നിൽക്കുമ്പം നമുക്ക് അവരുടെയൊക്കെ മിസ് ചെയ്യുന്നത്. എനിക്കത് ഓർക്കാൻ വയ്യ. ദാ ഈ കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് വേഗം ഉണ്ടാക്കാം. ഞാനിത് ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടുപോയപ്പം അങ്ങനെ ഒരു റീൽസിൽ കണ്ടതാണ് കേട്ടോ. ആ റീൽസ് ഞാൻ പിന്നെ ഒരുപാട് തപ്പിയിട്ട് എനിക്ക് കാണാൻ പറ്റണില്ല. ഇതിനു മുമ്പ് ഞാൻ വേറൊരു പാലപ്പം ഉണ്ടാക്കിയായിരുന്നു. അത് റവ വെച്ചിട്ട്, അതും അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്കത് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഞാൻ അതും പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഇതിലൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുവെള്ളമായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ചത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇതാണല്ലോ നമ്മളിപ്പോൾ സാധാരണ പാലപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. അതിലോട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, പ്ലസ് നമ്മുടെ ഷുഗർ, ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് മേടിച്ച് തുടങ്ങിയതാണ്, പക്ഷേ ഡയറ്റൊന്നും നടക്കുന്നില്ല. ബ്രൗൺ ഷുഗർ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മേടിക്കുന്നുണ്ട്. ആ ഒരു പാലപ്പത്തിൻ്റെ ആ ഒരു പേസ്റ്റ് ഒഴിക്കുമ്പോൾ തന്നെ ഒരൊച്ചയൊക്കെ കേൾക്കുമല്ലോ, നല്ല രസം. എനിക്കിഷ്ടം അതൊക്കെ കേൾക്കാനായിട്ട്. കടുക് പൊട്ടിക്കുമ്പോൾ ഇടുന്ന ഒച്ച, എണ്ണയിലോട്ട് കടുകിടുന്ന ഒച്ച, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പാലപ്പത്തിൻ്റെ നിങ്ങൾക്ക് മാവ് ആ ഒരു പേസ്ട്രി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കൺസിസ്റ്റൻസി കറക്റ്റാണെന്നുള്ളത്. പിന്നെ കറക്റ്റായിട്ട് ആ പാലപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും. എനിക്ക് എന്താണല്ലോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ വലിയ കുക്കൊന്നുമല്ല, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പിച്ച വെച്ച് വരിക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരവസ്ഥയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കും കേട്ടോ. കുറച്ച് എന്താ പറയണേ, ഒരു ക്യൂരിയോസിറ്റി കൂടുതലുള്ള ഒരാളാണ് ഞാൻ. എന്തായാലും പാലപ്പം റെഡിയായി. ഈ പാലപ്പത്തിനോട് ഇത്തിരി ചിക്കൻ കറിയോ എഗ് കറിയോ ഒക്കെ കുട്ടി കഴിക്കാൻ അടിപൊളിയായിരിക്കും. എന്തായാലും പറയുമ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളം വരിക. നിങ്ങളെന്തായാലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.